കുറച്ചധികം നേരത്തെ തന്നെ ഇറങ്ങി ഇന്നത്തെ ഷൂട്ടിന്. ഈ അതിരാവിലെ അമ്പലത്തിൽ പോകാൻ ഒരു പ്രത്യേക രസാ. ഇന്ന് നമ്മൾ പോകുന്നതോ അങ്ങനെയുള്ളൊരു സ്ഥലത്തും ഈ വികസിച്ച നഗരത്തിന്റെ ഒരു കോണിലുള്ള ഭംഗിയുള്ളൊരു ഗ്രാമത്തിലേക്ക്, ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രത്തിലേക്ക്. എറണാകുളം ജില്ലയിൽ ചെങ്ങമനാട് ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെങ്ങമനാട് മഹാദേവ ക്ഷേത്രം കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ലഭ്യമായ രേഖകളുടെ തെളിവനുസരിച്ച് കേരളത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ ശ്രീകോവിൽ ഇവിടെയാണ്. കിരാതമൂർത്തിയായ പരമശിവനും പാർവതി ദേവിയുമാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠകൾ. ഐതിഹ്യപ്രകാരം ജംഗമൻ എന്ന മഹർഷി തപസ്സിരുന്ന സ്ഥലമാണ് ചെങ്ങമനാടെന്നും അദ്ദേഹം പ്രതിഷ്ഠിച്ചതാണ് ഈ ക്ഷേത്രമെന്നും പറയപ്പെടുന്നു. നന്നേ വെളുപ്പിനെയായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ശാന്തമായൊരു ക്ലൈമറ്റും സൈലൻസ് ഒക്കെ കൂടിയായി സമാധാനമുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. ഉള്ളിലേക്ക് കടന്ന് പ്രധാന പ്രതിഷ്ഠയെ വണങ്ങി ചുറ്റിനും നടന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അറിയുന്നത് സപ്തമാതൃക്കൾക്ക് വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വട്ട ശ്രീകോവിലുകളുള്ള ക്ഷേത്രവും ഇതുതന്നെ. വൈക്കം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അത്ര തന്നെ വലിപ്പം ഇതിനുമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിൽ കൂടി നടക്കുമ്പോൾ ഒക്കെ തോന്നുന്ന ഒരു ശാന്തതയുണ്ട്. അത് പറഞ്ഞപ്പോ ഇവിടെ ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ ഉത്സവത്തിന് വരണം, അപ്പൊ കാണാം ശരിക്കും തിരക്കെന്ന്. ധനുമാസത്തിലെ തിരുവാതിരയോട് ചേർന്നുള്ള 10 ദിവസമാണ് ഇവിടെ ഉത്സവം. കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ഇവിടുത്തെ വേറൊരു കാര്യം എന്താണെന്നോ, നമ്മൾ കയറി വരുന്നത് ക്ഷേത്രത്തിന്റെ ഒരു നടയിലേക്കാണെങ്കിലും ദർശനം അങ്ങോട്ടേക്കല്ല. കിഴക്ക് ദർശനമായ ഈ ക്ഷേത്രത്തിന്റെ മുന്നിൽ ശരിക്കുള്ളതൊരു ക്ഷേത്രക്കുളമാണ്. സത്യത്തിൽ ഇതൊരു ചിറയാണെന്നാണ് തോന്നുന്നത്, അത്രയും വലുതാണ്. ഇറങ്ങി നടന്നു വരുമ്പോൾ കണ്ടത് പച്ചപ്പ് നിറഞ്ഞ പാടവും പച്ച തെളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രക്കുളവും മേലെ ഉദിച്ചു വരുന്ന സൂര്യനും. നമ്മുടെ നാടിന്റെ ഭംഗി എത്രയാണെന്ന് അറിയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ. കുറച്ചധിക നേരം അങ്ങനെ നിന്നു ഞാൻ. പിന്നിൽ നിന്ന് ദേവിയുടെ പ്രസാദം വന്ന് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് പൂജാരി വിളിക്കുമ്പോഴാണ് ബോധം വന്നത്. ചെന്ന് കുങ്കുമക്കുറി വാങ്ങി കുറച്ച് വഴിപാടുകൾ കുറിച്ചു. ഗൂഗിൾ പേ ഉള്ളത് സത്യത്തിലൊരു സൗകര്യമായി. മഹാദേവനൊരു കറുകമാല, ഒരു ഭാഗ്യസൂക്തം, അയ്യപ്പന്റെ അടുത്തേക്ക് നെയ്വിളക്കും എള്ളുതിരിയും ഒക്കെ നേർന്നു. തിരി തെളിയിച്ചു, നന്നായി പ്രാർത്ഥിച്ചു, മനസ്സ് നിറഞ്ഞു തന്നെ ഇറങ്ങി. വന്നപ്പോൾ കുറേയധികം കാര്യങ്ങൾ കൊണ്ട് മനസ്സിങ്ങനെ മൂടിക്കെട്ടി നിൽക്കുമായിരുന്നു. തിരികെ ഇറങ്ങുമ്പോൾ നേരത്തെ കണ്ട സൂര്യനെ പോലെ എൻ്റെ മനസ്സും തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ഈ നാട്ടുകാരൊക്കെ ശരിക്കും ഭാഗ്യം ചെയ്തവരാ. എത്ര ഭംഗിയുള്ള നാടാണ് നിങ്ങളുടെ, അത്രയും ഭംഗിയുള്ളൊരു അമ്പലവും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.